പുറത്തൊന്നും ഇറങ്ങിയില്ല, മുടിയൊന്നും വെട്ടിയില്ല, ഭ്രാന്തനെ പോലെ ഇരിക്കുകയാണ്. പുറത്ത് പോയി ഇറങ്ങി മുടിയൊക്കെ വെട്ടണം. ഇനിയാണ് സത്യം പറഞ്ഞാൽ ഇന്നാണ് കുറേ കാര്യങ്ങളെല്ലാം സംസാരിച്ച് ടി വി എല്ലാം ബാക്ക് ടു ട്രാക്കൊക്കെ ആക്കിയത്. അശ്വിനെ ഞാൻ നിന്നെ മോഡറേറ്റർ ആക്കിയിട്ടുണ്ട് അശ്വിനാറെ. കാരണം നിന്റെ ഒരു എഫേർട്ട് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഫ്രം ദ ഡേ വൺ തൊട്ട് ബ്ലാക്ക് മിത്ത് വൂക്കോങ് സ്ട്രീം ചെയ്തതിൽ ഒരു സീൻ പോലും മിസ് ചെയ്യാതെ കണ്ടത് ഒരാൾ അവനാണെന്ന് എനിക്ക് 100% ഉറപ്പാണ്. അവൻ എല്ലാ ദിവസവും അവൻ ടൈം സ്റ്റാമ്പ് അടക്കം മൊത്തം അപ്ലോഡായ വീഡിയോയിൽ മൊത്തം കമന്റ് ഇട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അവനാണ്. അതുകൊണ്ട് അവനെ ഞാൻ മോഡറേറ്റർ ആക്കി. വെൽക്കം ടു മോഡറേറ്റർ പൊസിഷൻ ബ്രോ. സോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ സ്ട്രീം ഗൈസ്. എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. എല്ലാവരും വെള്ളം എടുത്തുകൊണ്ട് പോവാ. ഇന്നോട്ട് നമ്മൾ മറ്റേ ഡ്രിങ്കിങ് ഹാബിറ്റ് എല്ലാം തിരിച്ചു കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വെള്ളം എടുത്തുകൊണ്ട് പോവാ. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ സ്ട്രീം ഗൈസ്. സത്യത്തിൽ അവൻ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. കാണാൻ പറ്റാതെ ലൈവ് കാണാത്തവർക്ക് ഭയങ്കര ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമായിരുന്നു. ആൻഡ് എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ സ്ട്രീം ഗൈസ്. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. 4K വാച്ചിങ് ദ സ്ട്രീം. എല്ലാവരും ഡു ലൈക്ക് ദ സ്ട്രീം ഗൈസ്. എല്ലാവർക്കും വെൽക്കം ടു ദ സ്ട്രീം. ഞാൻ പൊട്ടനടാ, അങ്ങനല്ലടാ. അവനത് നീ അതിൻ്റെ കമന്റ് സെക്ഷനുകൾ എടുത്ത് നോക്കിയാൽ മതി, അന്നേരം മനസ്സിലാവും അവൻ്റെ എഫേർട്ട് എന്തുമായിരുന്നു എന്ന്. അപ്പം ഡിനോ ബ്രോ, താങ്ക് യു സോ മച്ച് ചോട്ട സ്പോൺസർഷിപ്പ്. വെൽക്കം ടു ഈഗിൾ ഗെയിമിംഗ് ബ്രോ. എല്ലാവർക്കും വെൽക്കം ടു ദ സ്ട്രീം. അപ്പം മെയിനായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം ഗൈസ്. അപ്പോൾ എല്ലാവർക്കും 4.4K വാച്ചിങ്, 1800 ലൈക്കുള്ള ഡു ലൈക്ക് അണ്ണ പ്രസന്റ് മിസ്റ്റർ വോൾഫേ. വെൽക്കം ടു ദ ലൈവ് ഇടാ. അപ്പം എല്ലാവർക്കും വെൽക്കം ടു ദ സ്ട്രീം ഗൈസ്. അപ്പം നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ഓഫ് ഓൾ RP അപ്ഡേറ്റ്. ഫ്ലഫിയുടെ സ്റ്റോറി നോക്കാം. ടേക്കിംഗ് എ ബ്രേക്ക് ഒന്നുമല്ലടാ, അവന് പരീക്ഷ, അതുകൊണ്ടാണ് ഇതെടുത്തേക്കുന്നത്. അതുപോലെ വില്ലുവിന് ഒരു ചെറിയ ഇഷ്യൂ ഉണ്ട്. അവരെല്ലാം ഇപ്പം ഉടനെ തിരിച്ചു വരും. പിന്നെ അവന് പരീക്ഷയാണ്, ഞാൻ ഓൾറെഡി സംസാരിച്ചായിരുന്നു. അവന് പരീക്ഷയായിരുന്നു. ഇപ്പം TV-യുടെ മീറ്റിംഗ് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും എടുത്തൊരു തീരുമാനം, അതായത് ഞാനിപ്പോൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് നിർത്തി വേറെ ഗെയിംസിലോട്ടൊക്കെ മാറിയപ്പോഴത്തേക്കിനും അവർക്ക് ആർക്കും RP കളിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഇല്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് മെയിനായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ഒരു ദിവസം പോലും ഞാൻ വേറൊരു ഗെയിം കളിച്ച് തുടങ്ങാനുള്ളൊരു കാരണം, RP തിരിച്ചു വരുന്ന ദിവസം വേറെ ഗെയിംസ് കളിക്കുന്നത് നിർത്തുക എന്നുള്ളൊരു രീതി നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് ഇന്ന് ഈ അപ്ഡേറ്റ് വരുന്ന ദിവസം പോലും നമ്മൾ വേറൊരു ഗെയിം കളിച്ച് സ്ട്രീം റീസ്റ്റാർട്ട് ചെയ്യുന്നത്. മിഥുൻ പ്രകാശ് ബ്രോ, താങ്ക് യു സോ മച്ച് 40 റുപ്പീസ്. അമല് ബ്രോ, താങ്ക് യു സോ മച്ച് 40. ഹായ് ബ്രോ, ഹായ്. ആദി ബ്രോ, താങ്ക് യു സോ മച്ച് 20. അപ്പം മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നാളെ തൊട്ട് TV-യിലെ മെമ്പേഴ്സ് എല്ലാവരും RP ലൈവ് സ്റ്റാർട്ടാവും. നാളെ ഞാനും ഒരു RP ലൈവ് വരും. അപ്പോൾ RP ലൈവ് നാളെ നമുക്കിടാം. പിന്നെ കുറച്ച് കാര്യങ്ങൾ മെയിനായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഗൈസ്, നമുക്ക് ഓൾറെഡി സ്വർഗരാജ്യത്ത് തന്നെ ആയിരിക്കും കളിക്കണം. സ്വർഗരാജ്യത്തിൽ ഓൾറെഡി അവർ പറഞ്ഞിട്ടുണ്ട്. ഇനി OC റിലേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ പേരൻസിനെയും അവരെ ആരെങ്കിലും ഡ്രാഗ് ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും സ്വർഗരാജ്യത്തിൽ പെർമനന്റ് ബാൻ ആണ്. ആൻഡ് ഓൾറെഡി ഒരു പയ്യന് പെർമനന്റ് ബാൻ കൊടുത്തു. ചേട്ടാ കുട്ടിപ്പൈ മോളെ, വെൽക്കം ടു ദ സ്ട്രീം. ഹഫി CK ബ്രോ, താങ്ക് യു സോ മച്ച് 40. ഡ്രിങ്ക് വാട്ടർ, സ്റ്റേ ഹെൽത്തി. അത്രേ ഉള്ളൂ. എല്ലാവരും വെള്ളം എടുത്ത് വെച്ചോ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ സ്വർഗരാജ്യത്തിൻ്റെ സൈഡിൽ നിന്ന് ഒരു ഉറപ്പ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് മെയിൻലി നമുക്ക് നല്ലൊരു എന്താ പറയുക അറ്റ്മോസ്ഫിയർ അവിടെ ഉണ്ടാവും എന്നുള്ളൊരു കാര്യത്തിൽ ഉറപ്പാണ്. അതുകൊണ്ട് മെയിനായിട്ട് വേറെ ഇഷ്യൂസ് ഒന്നും വരത്തില്ല എന്നുള്ളൊരു കാര്യം നമുക്കുണ്ട്, ഉറപ്പുണ്ട്. അതുകൊണ്ട് നമ്മൾ സ്വർഗരാജ്യത്തിൽ തന്നെ ആയിരിക്കും കളിക്കുന്നത്, വേറെ ഇതൊന്നുമില്ല. റൈനോക് ബ്രോ, താങ്ക് യു സോ മച്ച് 20 റുപ്പീസ്. റോഷി വാസന സുഖമാണ്, താങ്ക് യു സോ മച്ച് 40 ബ്രോ. TT40 ഫുൾ സപ്പോർട്ട് ബ്രോ, താങ്ക് യു സോ മച്ച് 40. അപ്പം നമ്മൾ സ്വർഗരാജ്യത്തിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതിനുള്ള ഒരു ഇതിലാണ്. പിന്നെ ഒരു പാട്ട് പാടി തുടങ്ങാമോ? അയ്യോ, ടർബോ ബ്രോ എൻ്റെ തൊണ്ടയൊക്കെ പോയി ശോകമായിട്ടിരിക്കുകയാണ്. വിഷ്ണു ബ്രോ, താങ്ക് യു സോ മച്ച് ഓഫ് മെമ്പർഷിപ്പ്. ഫുഡ് അടിച്ചോ? ഫുഡ് അടിച്ചില്ല ബ്രോ, കഴിക്കണം. ലൈവ് കഴിഞ്ഞിട്ടാണ് നോർമലി കളിക്കുന്നത്. അപ്പം ക്യൂട്ടിപ്പൈ സ്റ്റോറി, അയ്യോ അത് കാര്യമാക്കണ്ട, അതിങ്ങനെ ഇടക്കിടക്ക് വരും. അതിപ്പോൾ ഈ പ്രഗ്നൻ്റ് ആയിട്ടുള്ള വൈഫുള്ള ആൾക്കാർക്കൊക്കെ അത് റിലേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. കുറച്ച് ദൂരെയൊക്കെ നിൽക്കുകയാണെങ്കിൽ ഒരു ദിവസം നമ്മൾ 2 കോൾ എടുത്തില്ലെങ്കിൽ ഈ ലോകത്ത് നമ്മളെ വേറെ ആർക്കും വേണ്ട, നമ്മൾ മാത്രമേ ഉള്ളൂ, നമുക്ക് നമ്മൾ മാത്രം, നമ്മളെന്നും ഈ ജീവിതത്തിൽ ഒറ്റയ്ക്കായിരിക്കും. അത് വരും. അത് 2 എണ്ണം കേൾക്കുമ്പോൾ അങ്ങ് മാറിക്കോളും, കുഴപ്പമില്ല, അത് കാര്യമാക്കണ്ട. ദിൽജിത് ബ്രോ, താങ്ക് യു സോ മച്ച് 40. ഫൈനലി എന്ന് പറഞ്ഞിട്ട് താങ്ക് യു സോ മച്ച് ബ്രോ, താങ്ക് യു സോ മച്ച്. അതെന്തായാലും വരും. അത് വല്ലാത്ത സുഖേടാണ്. ഇവിടെ ഉണ്ടായിരുന്ന 2 കീറെങ്കിലും കൊടുക്കരുത് കേട്ടാ. പോട്ടെ, നാട്ടിലായി പോയില്ലേ, പെയിന്റിങ് മാറ്റി വെച്ചേക്കാം, അത് നാട്ടിൽ ചിലപ്പോൾ കൊടുക്കാം.
സോ വേണം വയറുവേദന മാറിയോ? മാറിയടാ വെള്ളം കുടിച്ചൊക്കെ തുടങ്ങിയപ്പോഴത്തേക്കിന് മാറി. അർജുൻ MC ബ്രോ താങ്ക് യു സോ മച്ച് ചോട്ടാ സ്പോൺസർഷിപ്പ്. എക്സ്പ്ലെയിൻ ചെയ്ത് കളിക്കുക, ഡോണ്ട് ഫോക്കസ് ഓൺലി ഓൺ ഗെയിം പ്ലേ. എടാ മറ്റേത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാണെന്ന് ഏക്കും പോക്കും അറിയാത്ത ഒരു അവസ്ഥയായിപ്പോയി സത്യം പറഞ്ഞാൽ. ബ്ലാക്ക് മിത്ത് പോക്കോങ് നിങ്ങൾ അത് ഒരാൾ ഹെൽപ്പ് ചെയ്യാനില്ലാതെ കളിക്കാൻ ഭയങ്കര പാടാ ആ ഗെയിം. ഒറ്റയ്ക്ക് എക്സ്പ്ലോർ ചെയ്യാന്ന് പറഞ്ഞ് ഭയങ്കര പാടാണ് ആ ഗെയിം. ആസ് എ ഒരു ബിഗിനർ ടു സച്ച് കൈൻഡ് ഓഫ് ഗെയിംസ് അത് ഭയങ്കര പാടാണ്. കമ്മ്യൂണിറ്റിയിൽ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടെന്നുള്ള റൂമർ ഉണ്ടല്ലോ, മക്കാച്ചി എന്ന് പറയുന്ന ആള് അതിന്റെ ലീഡർ ആണെന്ന് കേൾക്കുന്നു. എന്താ സത്യാവസ്ഥ? സത്യം ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിൽ പവർ ഗ്രൂപ്പ് ഉണ്ട്. ഇവിടെ ഒരു ഹേമൻ കമ്മിറ്റി വരണമെന്നാണ് മെയിൻ എൻ്റെ ഒരു ഇതാണ്. ഹേമൻ കമ്മിറ്റി വരണം ഇവിടെ. ഹേമൻ കമ്മിറ്റി വന്നാലേ ഇവിടുത്തെ ആൺകുട്ടികൾ അനുഭവിക്കുന്ന ചൂഷണങ്ങൾ, ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിൽ ആൺകുട്ടികൾ അനുഭവിക്കുന്ന ചൂഷണങ്ങളെ പറ്റിയൊക്കെ പഠിക്കാൻ ഒരു ഹേമൻ കമ്മ്യൂണിറ്റി വരണം. മക്കാച്ചിയെ പോലുള്ള ആൾക്കാരെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത് ഇതിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽഡ് റിപ്പോർട്ട് ഗവൺമെന്റ് തയ്യാറാക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. മനസ്സിലായോ? മക്കാച്ചിയൊക്കെ പവർ ഗ്രൂപ്പിലുള്ള മെയിൻ ആൾക്കാരാണ്, മെയിൻ. അയ്യോ സത്യമല്ലേ? അയ്യോ കാസ്ട്രോ കളിച്ച് തീർക്കും. അവനാ കളിച്ച് തീർക്കാനുള്ള. ഞാൻ ഗൈസ് ലൈവ് കാണുന്ന ഇവിടെ സ്ട്രീം ചെയ്യുന്ന സ്ട്രീമേഴ്സ് ആരെങ്കിലും ഒക്കെ ലൈവ് കാണുന്നുണ്ടെങ്കിൽ ഞാൻ കേരള ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിലെ എല്ലാവരുടെ അടുത്തും ഒരു റിക്വസ്റ്റ് പറയാണ്. ടേക്ക് ഇറ്റ് ആസ് എ ചലഞ്ച്, കംപ്ലീറ്റ് ബ്ലാക്ക് മിത്ത് വൂക്കോങ്. ഞാനത് എല്ലാവരുടെ അടുത്തും പറയാം. ഞാൻ കളിച്ച് തീർത്തോണ്ട് പറയാം. എനിക്ക് അത്രയും നല്ലൊരു ഫീൽ ഗുഡ്. ഞാൻ ഇപ്പോഴും ആ ക്യാരക്ടറിൽ നിന്ന് വിട്ടുപോയിട്ടില്ല സത്യം പറഞ്ഞാൽ. എനിക്ക് ഇപ്പോഴും വരും അത്. ഞാൻ പറയാം, നിങ്ങൾ എല്ലാവരും ഒരു ചലഞ്ചായിട്ട് എടുക്കണം പ്ലീസ്. ദയവ് ചെയ്ത് എല്ലാ സ്ട്രീമേഴ്സും, ഇവിടുത്തെ ആൺ പെൺ ഭേദമില്ലാത്ത എല്ലാ സ്ട്രീമേഴ്സും ഇത് ദയവ് ചെയ്ത് കളിക്കണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. ചെറുതോ വലുതോ അങ്ങനെ നിങ്ങൾ വ്യൂവർഷിപ്പ് ഒന്നും നോക്കണ്ട, നിങ്ങളെല്ലാവരും ഈ ഗെയിം കളിച്ച് തീർക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഞാൻ TV-യിലാണെങ്കിലും തുടങ്ങി വെച്ച എല്ലാവരോടും തീർക്കണമെന്ന് ഞാൻ പറഞ്ഞൊരു കാര്യം അതാണ്. എല്ലാവരും ഗൈസ് ഡു എക്സ്പീരിയൻസ് അത് കളിക്കണം ബ്രോ. RDR2 കളിക്കുമ്പോൾ അതിൻ്റെ ഫീൽ കിട്ടണമെങ്കിൽ സ്റ്റോറി നന്നായി ഫോളോ ചെയ്യണം. അധികം ഹെൽപ്പ് ഇല്ലാതെ കളിക്കണതാണ് നല്ലത്. ഗുഡ് ലക്ക് ഫോർ എ ന്യൂ ഗെയിം. ജോ എന്റർടൈൻമെന്റ് സ്റ്റുഡിയോസ് ഷുവർ ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ് ബ്രോ. BL പാണ്ട താങ്ക് യു സോ മച്ച് 40 ബ്രോ. അപ്ഡേറ്റ് എന്താ? അപ്ഡേറ്റ് പറഞ്ഞില്ല. കാസ്ട്രോ ഗെയിം കളിക്കുമ്പോൾ എൻ്റെ കോൾസ് ലവ് ദാറ്റ്. അലൻ ജേക്കബ് ബ്രോ ഇനി അത് ഉണ്ടാവില്ല. ഞാൻ ആദ്യത്തെ ദിവസം അവൻ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്ന കണ്ടുകൊണ്ടാണ് ഞാൻ അവിടെ പോയി ഹെൽപ്പ് ചെയ്തതിന് ഞാൻ കുറച്ച് നല്ല രീതിയിൽ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് വേറെ ഇഷ്യൂസ് ഒന്നും കാസ്ട്രോയുടെ സൈഡ് നല്ല കേട്ടോ, ഞാൻ പറയാണ്. എനിക്ക് വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ആരുടെ പേരും ഇതൊന്നും പറയുന്നില്ല. ഞാൻ അന്ന് പോയതിന് ഞാൻ ശരിക്കും റിഗ്രറ്റ് ചെയ്തു. ആൻഡ് കാസ്ട്രോ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. അവൻ നല്ല രീതിയിൽ കളിച്ചു പോട്ടെ. അവന് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് വേണമെന്ന് തോന്നിയാൽ ഇന്ന് അവൻ്റെ ലൈവിൽ ആരും പറഞ്ഞു കൊടുക്കുകയില്ലാതെ അവൻ നല്ല സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് VC പോകാഞ്ഞതുകൊണ്ടാണ് ഞാൻ പോയി ചാറ്റിൽ പോയി പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും. ഞാൻ VC പോയി പറയണത് ശരിയാവുന്നില്ലെന്ന് തോന്നുന്നു. എനിക്കിനി വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും തുറന്ന് വേറെ ഒന്നും പറഞ്ഞ് ഡൈവേർട്ട് ആക്കാനുള്ള ഇതില്ലാത്തത് കൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല നിങ്ങളോട്. അത് വിട്ടേരെ. അത് നമുക്ക് അവൻ്റെ രീതിയിൽ കളിക്കട്ടെ. മുഹമ്മദ് റാഷിദ് ബ്രോ താങ്ക് യു സോ മച്ച് 40 ആണ്. വാസന ലവ് ഫ്രം ലക്ഷദ്വീപ്. റാഷിദ് ബ്രോ എനിക്ക് ലക്ഷദ്വീപ് വരണം ബ്രോ. ഒരു ദിവസം എന്നെ ഒന്ന് ലക്ഷദ്വീപ് കൊണ്ടുപോയി. ലക്ഷദ്വീപിൽ പോകണമെങ്കിൽ അവിടെ എന്തോ സ്പോൺസർഷിപ്പ് എന്തോ വേണമെന്നൊക്കെ പറയണം. എന്നെ ആരെങ്കിലും ഒരു ദിവസം ഒരു ലക്ഷദ്വീപിൽ കൊണ്ടുപോകും. പൈസയൊക്കെ ഞാൻ മുടക്കിക്കോളാം. എന്നെ ഒന്ന് കൊണ്ടുപോയാൽ മതി. അർജുൻ രമേശ് ബ്രോ താങ്ക് യു സോ മച്ച് 29 rupees. കടയാടി രാഘവൻ താങ്ക് യു സോ മച്ച് 40. ലെറ്റ്സ് ഗ്രോ. അത്രേ ഉള്ളൂ. എക്സ്പെക്റ്റഡ്. അത് കുഴപ്പമില്ല ഗൈസ്, അത് കുഴപ്പമില്ല. സുണ്ട് സുനിമോനും ഒക്കെ വരും. സുനിമോനൊക്കെ നമുക്ക് ജസ്റ്റ് ബേസിക് കാര്യം. ഹലോ സുണ്ട്. ഹേ സുണ്ട്. സുണ്ട് വന്നു. അപ്പം എല്ലാവരും ഡു ലൈക്ക് ദ സ്ട്രീം ഗൈസ്. അപ്പോൾ ഇതാണ് നമുക്ക് പറയാനുള്ള അപ്ഡേറ്റ് നാളെ തൊട്ട്. ആൻഡ് ഇനി ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഗൈസ്. അതിൽ മെയിനായിട്ടുള്ള ഒരു ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് അനൗൺസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇനി TV-യിൽ റിക്രൂട്ട്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് ബെല്ലാരിന്ന് മാത്രം. ആൻഡ് TV-യിൽ ഇനാക്റ്റീവ് ആവുന്നവന്മാരെ, സിറ്റുവേഷനിൽ വരാതിരിക്കുന്നവന്മാരെയും കണ്ടിന്യൂസ് ആയിട്ട് വരാതിരിക്കുന്നവന്മാരെ എടുത്ത് ബെല്ലാരിയിൽ ഇടുന്നു. ബെല്ലാരിയിൽ നല്ല എഫേർട്ട് ഇട്ട് കളിക്കുന്ന പിള്ളേരെ TV-യിൽ ഇടുന്നു. അതാണ് പുതിയ ഡിസിഷൻ. പ്ലെയർ എക്സ്ചേഞ്ച് അത് മാത്രമേ ഉള്ളൂ. ഇനി ഒരാളെ പുറകെ നടന്ന് വിളിച്ചു വരുത്തേണ്ട അവസ്ഥ TV-ക്ക് വരത്തില്ല. ആ കാര്യം നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് തരാം. ഇനി അങ്ങനെ ഉണ്ടാവില്ല. ഇനി ബെല്ലാരിന്ന് മാത്രം. ബെല്ലാരിയിൽ എഫേർട്ട് എടുക്കുന്ന പിള്ളേരെ TV-യിൽ ഇടും. TV-യിൽ ഇനാക്റ്റീവായിട്ട് ഫൈറ്റ് സിറ്റുവേഷന് ഒന്നിനും വരാതിരിക്കുന്നവന്മാരെ എടുത്ത് ബെല്ലാരിയിലും ഇടും. അതാണ് ഇനിയുള്ള തീരുമാനം. അതിൽ കൂടുതൽ വേറെ ഒന്നുമില്ല. ഇനി അങ്ങനെയായിരിക്കും നമ്മൾ കളിക്കാൻ പോകുന്നത്.
Sovereign Lizard bro, welcome. 40 rupees. Was waiting for the stream for days. Thank you so much. Guruvayurappan bro, thank you so much for the 40. Guruvayurappan bro എന്നൊക്കെ വിളിക്കേണ്ട അവസ്ഥ. എന്നാ ട്രക്ക് സിമുലേറ്റർ അടുത്ത ലോഡ് ഡേ കാണും. അടുത്ത ലോഡ് ഡേ നമുക്ക് നാട്ടിൽ പോകുമ്പോൾ ഓണത്തിന് എന്തായാലും ഓണത്തിന് മുമ്പ് ഒന്ന് നാട്ടിൽ പോകണം. ഓണത്തിന് മുമ്പ് നാട്ടിൽ പോകുന്നതിന് മുമ്പ് എനിക്കൊന്ന് നമുക്ക് അവിടെ ചെന്നിട്ട് കുറച്ച് ദിവസം ലോഡ് ഡേ ഇടണം. സെറ്റാക്കാം. നമ്മൾ ഇനി എല്ലാ ഗെയിംസും സ്ക്രീൻ ചെയ്യണം. എനിക്ക് ബ്ലാക്ക് മിത്ത് വുക്കോങ് സ്ക്രീൻ ചെയ്തപ്പോഴത്തേക്കിനും ബോധോദയം വന്നു. എനിക്ക് ബോധോദയം വന്നു ഭയങ്കരമായിട്ട്, സത്യം പറയാലോ. മനസ്സിലായി. നീ ഇൻസ്റ്റാഗ്രാം ഡിലീറ്റ് ചെയ്യാൻ പോണില്ലേ? പോയി ഇൻസ്റ്റാഗ്രാം ഡിലീറ്റ് ചെയ്തിട്ട് വാ. വേറെ അക്കൗണ്ട് ഇല്ല. ഡിലീറ്റ് ചെയ്തല്ലോ ഓൾറെഡി, കാണുന്നില്ലല്ലോ. അക്കൗണ്ട് പോയല്ലോ. മോന്റെ 2-3 അക്കൗണ്ട് ഉണ്ടല്ലോ, അതും കൂടെ തന്നാ അതും കൂടെ ഡിലീറ്റ് ചെയ്തു. നിന്റെ അപ്പനോട് പോയി പാസ്വേഡ് കഴിവേറി. അവളുടെ അക്കൗണ്ട് ഒന്ന് പറഞ്ഞ ഇന്നലെ ഞാൻ കിടന്ന് ഉറങ്ങിയടാ. ഇന്നലെ കിടന്ന് ഉറങ്ങിയിട്ട് ഞാൻ ഇന്ന് വൈകുന്നേരം എണ്ണീറ്റ്, അതുവരെ ഫോൺ എടുത്തില്ല. എണ്ണീറ്റപ്പോഴത്തേക്കിന് ഇൻസ്റ്റാഗ്രാമിൽ ഒരു 40 സ്റ്റാറ്റസ്. ഈ ലോകത്ത് ആർക്കും സ്നേഹമില്ല, എന്നെ വേണ്ട, ആർക്കും വേണ്ട എന്ന് പറഞ്ഞ് അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ചെയ്ത്. പ്രവീൺ ബ്രോ താങ്ക് യു സോ മച്ച് 40. ചേട്ടാ ഓർമ്മയുണ്ടോ പ്രവീൺ ബ്രോ? മിസ്റ്റർ തക്രോ താങ്ക് യു സോ മച്ച് 40. ഗ്യാങ് ആയിട്ടാണ് ആർപി സ്റ്റാർട്ട് ആക്കുന്നത്. ഗ്യാങ് ആയിട്ട് തന്നെയാണ് ആർപി സ്റ്റാർട്ട് ചെയ്യുന്നത്. ടിവിയെ ഗ്യാങ് ആയിട്ട് കളിച്ചതുപോലെ തന്നെ ഗ്യാങ് ആയിട്ട് തന്നെ കളിക്കും. ഉള്ളി ബിക്കോസ് ഓഫ് ക്യാഷ്. അങ്ങനല്ല ബ്രോ, അങ്ങനല്ല ദിൽഷാദ് ബ്രോ, അങ്ങനല്ല. ഈ ഉള്ളിന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഈ ഗെയിം പറഞ്ഞു കൊടുക്കുന്ന ആൾക്ക് കംപ്ലീറ്റ് ക്രെഡിറ്റ് ഒരിക്കലും കൊടുക്കാൻ പറ്റത്തില്ല. നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യം നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ ഒരു ടാലന്റ് ലെവൽ വേണം എപ്പോഴും. അതുള്ളവർക്ക് മാത്രമേ ഈ ഗെയിം തീർക്കാൻ പറ്റത്തുള്ളൂ ബ്ലാക്ക് മിത്ത് വുക്കോങ്. അല്ലാതെ ഒരാൾ കോള് പറയുന്നു, ഒരാൾ ചെയ്യാൻ പറയുന്നു എന്ന് പറഞ്ഞ്, ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടെൻസിനെ കൊണ്ടുവന്ന് VC-യിൽ ഇരുത്തിയിട്ട് വാലറന്റ് കളിക്കുകയാണെങ്കിൽ ടെൻസിന് പറഞ്ഞു തരാനേ പറ്റുള്ളൂ ഇന്നത് ചെയ്യാൻ. അത് എത്ര നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നുള്ളത് കളിക്കുന്ന ആളുടെ കഴിവാണ്. ഒരിക്കലും നമുക്കത് അങ്ങനെ പറയാൻ പറ്റത്തില്ല. ദുറോത്തി പെൺ ബ്രോ താങ്ക് യു സോ മച്ച്. അണ്ണ ലവ് ഫ്രം ലഡാക്ക്. ലഡാക്ക്. ഓ ദുറോത്തി താങ്ക് യു സോ മച്ച്. വെൽക്കം ടു ദ സ്ട്രീം. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഡിസിഷൻസ്. നമ്മളിപ്പം നാളെ തൊട്ട് RP സ്ട്രീം വരും. RP കിക്കിൽ തന്നെ ആയിരിക്കും, RP പ്ലസ് ഡിസ്കോഡ് ഇതൊക്കെ. ഞാൻ പിന്നെ നമുക്ക് യൂട്യൂബും കൂടി ഇങ്ങനെ സ്റ്റോറി മോഡ് ഗെയിംസ് യൂട്യൂബിലും ഇതിലോട്ട് മാറി ചെയ്ത് പോവാം. അതാണ് നല്ലത്. അപ്പം നാളെ തൊട്ട് നമ്മുടെ TV പിള്ളേരെല്ലാം തിരിച്ചു വരും. ഓക്കെ. നെവർ എവർ സ്കിപ്പ് കട്ട് സീൻസ് ഇൻ RDR2. ഇല്ല ഗൈസ്, നിങ്ങൾ കുറെ പേർക്ക് RDR2 കണ്ടതാണെന്ന് എനിക്കറിയാം. പക്ഷെ എന്തുകൊണ്ടാണ് ആൾക്കാർ അത് കളിക്കാൻ എന്നോട് പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടോ ഇത്രയും ഇതായിട്ട്. ആ ഗെയിമിനെ പറ്റി എനിക്ക് യാതൊരു ഐഡിയ ഇല്ല, സത്യം പറയാലോ. എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. ഞാൻ സുനിമോന്റെ പോലും സ്ട്രീം കണ്ടിട്ടില്ല. ഇവൻ ഇങ്ങനെ ഇത് കളിക്കുന്ന ജസ്റ്റ് കണ്ടു പോയിട്ടുണ്ടല്ലോ. അത് എന്താണ് 4 തവണ കളിച്ചിട്ടുണ്ട് ഗെയിം. 4 തവണ. 4 തവണ ഗൈസ്. 9,000 പേര് വായിക്കും, 5,000 ലൈക്കടേ. ഇത് ഭയങ്കര ഷോക്കാണ് കേട്ടോ. 4,000 പേര് മടി പിടിച്ചിരിക്കണം. 4,000 പേര് ലൈക്കടി. Game experience. RDR is God, the best. It's a masterpiece. Gobomar 50 rupees. So Kannapi's vlog provide to be proud എന്നാണെന്ന് തോന്നുന്നത്. ഓട്ടോ കറക്ഷൻ വന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. പ്രൈഡ് ടു ബി TV ഫാൻ. താങ്ക് യു സോ മച്ച് ഗോപകുമാർ ബ്രോ ഫോർ ദ 50. സത്യം പറയാലോ, കല്യാണത്തിന് പോവാതിരിക്കുക ഡിപ്രഷനിലായിരുന്നു കഴിച്ചു. ഞാൻ ഡിപ്രഷനിലെന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയ്ക്കും വിഷമമായി കല്യാണത്തിന് പോകാതിരിക്കാൻ. അതായത് എൻ്റെ ചേച്ചിയുടെ കല്യാണം നടന്നതെന്ന് പറഞ്ഞാൽ അതൊരു ഇന്റർകാസ്റ്റ് മാരേജ് ആയിരുന്നു. അതുകൊണ്ട് അവളെ നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്തായിരുന്നു വീട്ടിലൊക്കെ. അപ്പോൾ ഇത് നടക്കത്തില്ല എന്നുള്ളൊരു കാര്യത്തിൽ. അപ്പം ലാസ്റ്റിൽ അങ്ങനെ ഒരു കല്യാണം നടന്ന സമയത്ത് എനിക്ക് അവിടെ പോകാൻ പറ്റാത്തതിൽ എനിക്ക് ഭയങ്കര വിഷമം വന്നു. അതിൻ്റെ എല്ലാം കൂടി ഉണ്ടായിരുന്നു കാര്യം. ഞാൻ അതിൻ്റെ ഡിപ്രഷൻ ഡേയ്സ് ആയിരുന്നു എനിക്ക് കുറച്ച് നാളായിട്ട്. ഞാൻ RDR 2-3 ടൈംസ് ഫിനിഷ് ചെയ്തതാ. MJ താങ്ക് യു സോ മച്ച്. കാനേഡിയൻ 2.7. ജോയ് ട്രിബാനി ബ്രോ താങ്ക് യു സോ മച്ച്. പട്ടിയാണ് ആനിമി കണ്ടു തുടങ്ങിയോ? എടാ ആനിമി ഞാൻ One Piece ഫുള്ള് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്നല്ലേ നാളെ തൊട്ട് ഞാൻ കണ്ടു തുടങ്ങിയിട്ട് ഞാൻ പറയാം. കണ്ടു തുടങ്ങുമ്പോ എന്നോട് പറയില്ലേ? കണ്ടു തുടങ്ങുമ്പോൾ പറയാം, നിന്നോട് പറയാം. ബെൻസെക്സ് ഗെയിമിംഗ് താങ്ക് യു സോ മച്ച്. അഭിഷേക് അർച്ചന താങ്ക് യു സോ മച്ച്. അഭിഷേക് അർച്ചന താങ്ക് യു സോ മച്ച് 40 rupees. അണ്ണാ കീപ് സേഫ്. എന്തടി അഭിഷേക് അണ്ണാ കീപ് സേഫ് ആൻഡ് ബി ഹാപ്പി. താങ്ക് യു സോ മച്ച് ഫോർ ദ 40 rupees സൂപ്പർ ചാറ്റ്. അതൊക്കെ ഒരു തവണ കേട്ടാ. അതാണ്
അപ്പൊ നാളെ തൊട്ട് നമ്മള് തുടങ്ങണം അല്ലേ സിനിമനെ? ആ, നാളെ തൊട്ടാ നാളെ തൊട്ട് ആർപ്പി ആ, ആർപ്പി RP, ആർപ്പി ചി, അണ്ണാ ചി, ചി, അതൊക്കെ ഗ്യാങ് ഹുഡി അപ്ഡേറ്റ് ഉണ്ടോ? അത് രണ്ടും ഓട്ടനെ വരും. ഏകദേശം തീർന്നിരിക്കുകയാണടാ എല്ലാം. പക്ഷെ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മുടെ പഴയ ഡ്രസ്സ് മതിയെന്ന് പറഞ്ഞപ്പം ഒരു ചെറിയ കൺഫ്യൂഷൻ വന്നു അതിൽ ഏത് ആ ഡിസൈൻ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കണമെന്ന്. ഡബ്ല്യു ഡെസിഷൻ വുഡ് ലവ് ടു സീ ദ TVX ബെല്ലാരി. താങ്ക് യു സോ മച്ച് ഫോർ ദ 40 പ്രോ. താങ്ക് യു സോ മച്ച്. അല്ല, ബെല്ലാരിയിൽ എഫേർട്ട് എടുക്കുന്ന പിള്ളേരെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നുള്ളൊരു കാര്യം ഞാൻ കുറേ നാളായിട്ട് വിചാരിച്ചിരുന്ന ഒരു കാര്യമാണ്. ആൻഡ് മെയിൻലി നമ്മുടെ മീറ്റിംഗിൽ രായൻ മുന്നോട്ട് വെച്ചൊരു വലിയ നല്ലൊരു ആശയമായിരുന്നത് ബെല്ലാരിയിൽ എഫേർട്ട് എടുക്കുന്ന പിള്ളേരെ നമുക്ക് കൊണ്ടുവരണം. പക്ഷേ അവിടെ കൊണ്ടുവരുമ്പം ഈ ബെല്ലാരി ഡൗൺ ആവരുത്. ബെല്ലാരി ഇപ്പം നല്ല രീതിയിൽ കളിച്ചോണ്ടിരിക്കുക. സത്യം പറഞ്ഞു, ബെല്ലാരിയുടെ ലാസ്റ്റ് 6 നിങ്ങൾ കണ്ടെന്ന് അറിയത്തില്ല. ബെല്ലാരി വേഴ്സസ് ഹെൽഫയർ അടിച്ച് വിഷയമാക്കി കളഞ്ഞ പിള്ളേര്. അതുപോലെ അർജുൻ രമേശ് ബ്രോ താങ്ക് യു സോ മച്ച്. അത് 179 അണ്ണ ഒരു 5 ഉമ്മ തരുമോ? 5 ഉമ്മ, ഒരു 5 ഉമ്മ. ഉമ്മ 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 ഉമ്മ. ഓക്കെ, ഹായ്, ലവ് യു ചേട്ടാ. മിഥുൻ ലവ് യു ഈഗിൾ ബ്രോ പറയണ ഞാനേ അങ്ങോട്ട് പോവാ. ഓഹോ പോയിട്ടോ പോയിട്ടോ കഴിക്കണം. പോയിട്ടോ പോയിട്ടോ പോയിട്ടോ. എനിക്ക് ഞാൻ വരുന്നുണ്ട്, ഞാൻ കഴിച്ചിട്ട് വരാം. ഓക്കെ 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 പോയിട്ടോ 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 പോയിട്ടോ. ആ അബ്സല്യൂട്ട് സിനിമ ഐ പ്ലേഡ് ഫോർ 6 times. 6 പ്രാവശ്യം. അപ്പൊ ഗൈസ് ഞാൻ വൺസ് അഗൈൻ പറയുവാണ്, എല്ലാവരും ഈ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാ സ്ട്രീമേഴ്സും ഈ ഗെയിം കളിച്ചു തീർക്കണം. ടേക്ക് ഇറ്റ് ആസ് എ ചാലഞ്ച്. പ്ലീസ് പ്ലീസ് ഫിനിഷ് ദാറ്റ്. ജീസസ് ഹായ് ബ്രദർ, ജീസസ് വെരിഫൈഡ്. ജീസസ് ആരത്? ചാനൽ ആക്ടിവിറ്റി നോക്കട്ടെ. ഗോ ടു ചാനൽ. അണ്ണൻ അനുഗ്രഹം കിട്ടിയേട്ടാ. എടാ ജീസസ് 102K സബ്സ്ക്രൈബേഴ്സ് വെരിഫൈഡ്. ജീസസ് 2017 യൂട്യൂബിൽ ജോയിൻ ചെയ്ത ജീസസ്. എന്തോന്ന് കണ്ടന്റ്? എന്തോന്നു കണ്ടന്റ് ഒന്നുമില്ല, ഒരു കണ്ടന്റ് പോലും ഇല്ല. 102K സബ്സ്ക്രൈബേഴ്സ്, ജീസസ് എന്ന് പേര്, വെരിഫൈഡ് ടിക്ക് മാർക്ക്. സബ്സ്ക്രൈബ് ഫോർ ഹെവൻ. സത്യയുടെ ആ ബാനർ വെച്ചിട്ടായിരിക്കും സബ് ഉണ്ടാക്കിയ പുള്ളിയല്ലേ. സ്വർഗത്തിൽ പോകാൻ വേണ്ടി എല്ലാരും സബ് ചെയ്ത് ഫസ്റ്റ് തന്നെ 1 പീസ് കണ്ട് തുടങ്ങണോ? ആൽബിൻ 40 rupees. അയ്യോ എനിക്ക് അറിഞ്ഞൂടാ ബ്രോ അതിനെ പറ്റി. മെഷീൻ അണ്ണ അറ്റാക്ക് ഓൺ ടൈറ്റൻസ് ആനിമി കാണണേ. ഞാൻ ആദ്യം പറഞ്ഞു 1 പീസ് ഒരു നല്ല ചോയ്സ് ആണ്, പക്ഷെ ഫുൾ കണ്ട് തീർക്കണം. സക്രിയ പോത്തൻ ഞാൻ ട്രൈ ചെയ്യാം ബ്രോ. അലൻ ബ്രോ താങ്ക് യു സോ മച്ച് പറ്റി. അണ്ണ അറ്റാക്ക് ഓഫ് ദി ടൈറ്റൻ ആനിമി ട്രൈ. ഇവിടെ മൊത്തം ആനിമി ഫാൻസ് ആയാലും ഇപ്പം. TVH ജിഷ്ണു താങ്ക് യു സോ മച്ച് 20. മാഡ് മാർക്ക് അണ്ണ സൂയിസൈഡ് ചെയ്യാൻ തോന്നുന്നു, കോൾ ചെയ്യാൻ പറ്റുമോ? എടാ മാഡ് മാർക്ക് എടാ എന്തൊക്കെയാടാ പറയണം മോനെ. സൂയിസൈഡ് ചെയ്യാൻ തോന്നുന്നു. RJ വിഷ് താങ്ക് യു സോ മച്ച് 20. അണ്ണനെ കാണാൻ കാണുന്നു. അണ്ണ ഓണം ടൈമിൽ നാട്ടിൽ വരുമ്പോ TVM വരുമോ? TVM വരും. എന്തായാലും അവളുടെ വീട്ടിലൊക്കെ പോകണ്ടല്ലേ, അപ്പൊ TVM എന്തായാലും വരും. എടാ മോനെ നീ മാഡ് മാർക്ക് നീ ഈ സ്കൈ ഡാർക്സിന് വല്ല മെസ്സേജ് ചെയ്തിട്ട് നിന്റെ നമ്പർ താട്ടാ, ഞാൻ വിളിക്കാം. ദിൽഷാദ് വി താങ്ക് യു സോ മച്ച് 40 ബ്രോ. സ്റ്റാർട്ടിങ് 1 പീസ് വേണ്ട, അറ്റാക്ക് ഓൺ ടൈറ്റൻ നോക്ക്. ആണോ? അങ്ങനെയാണോ? നോക്കെ ട്രൈ ചെയ്യാം. നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കേ, ഞാൻ ആനിമിയൊക്കെ കണ്ട് ആനിമി ഫാനായി. ഞാൻ ഇവിടെ ഡിസ്കോഡിൽ ആനിമി വീഡിയോ ഒക്കെ റിയാക്ട് ചെയ്തോണ്ടിരുന്ന ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ നമ്മുടെ ലൈവ് കാണുന്ന ആൾക്കാർ തുപ്പി തരുമെന്ന്. കൺഫേം. ഉറപ്പല്ലേ? ഉറപ്പല്ലേ? ഞാനൊന്നും പറയുന്നു. ഗുരുവരപ്പൻ താങ്ക് യു സോ മച്ച്. ഞാനും വെക്കട്ടെ ഒരു ബാനർ. സത്യം ഗുരു സ്വർഗത്തിന് വേണ്ടി സബ്സ്ക്രൈബ് അവക്കൂ. അയ്യോ ഗുരുവായൂരപ്പൻ വെച്ച് 40 rupees. ബാനർ വെച്ചോ. ഡാർക്ക് ഫസ്റ്റ് ഡ്രാഗൺ ബോൾ കണ്ടാ മതി. നോക്കട്ടെ ഗൈസ്. 10K വാച്ചിങ്, 8.5K ലൈക്കേ ഉള്ളൂ ഗൈസ്. ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിക്കും. തുപ്പും. അതാണ് പ്രശ്നം. കണ്ടു. ആനിമി കാണാനുള്ള ഒരു ബേസിക് മോട്ടിവേഷൻ എനിക്ക് കിട്ടിയത് ബ്ലാക്ക് മിത്ത് നോക്കുമെങ്കില് സിനിമാറ്റിക് വിഷ്വൽസ് ആണ്. ഒരു ഇനീഷ്യൽ പുഷ് എനിക്ക് കിട്ടിയത് അങ്ങനെ. ശരൺ ബ്രോ താങ്ക് യു സോ മച്ച് 20 rupees സൂപ്പർ ചാറ്റ്. താങ്ക് യു സോ മച്ച്. ഗോക്കുവിന്റെ കൊറേ
ബ്ലാക്ക് മിത്ത് ബുക്കെങ്കിലും ഉണ്ട് എന്നൊക്കെ കുറെ പേര് പറയണായിട്ട്. MRC കൂക്ക് വീസിലുണ്ടായിരുന്നു. ഓ സൂപ്പർ അല്ലേ, സൂപ്പർ. ചിരിക്കട്ടാ ചിരിക്കട്ടെ ഇങ്ങനെ. ചിരിക്കട്ടെ. ബ്ലാക്ക് മിത്ത് ബുക്കെങ്കിലും കളിക്കുന്നത് കുരങ്ങനാണെങ്കിലും ഇവിടെ കളിച്ചത് ഈകളാണ്. താങ്ക് യു സോ മച്ച് ഫോർ 40 rupees സൂപ്പർ ചാറ്റ്. താങ്ക് യു ആൽബിൻ ബ്രോ, താങ്ക് യു സോ മച്ച് 40. ബാക്കിയുള്ളവര് നോക്കണ്ട ബ്രോ, കാണാം ആൽബിൻ. കാണാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് RP പറ്റി പറയാനുള്ളത്. നിങ്ങൾക്ക് RP പറ്റി എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ചോദിക്കാം ഗൈസ്. സാദിഖ് ബ്രോ, താങ്ക് യു സോ മച്ച് 29 rupees. നിക്കോ ഹിയർ, അണ്ണ ദുബായിൽ നിന്ന് ഐഫോൺ കൊണ്ടുവരാമോ, പൈസ സെറ്റാക്കാം. നിക്കോ ഹിയർ ബ്രോ, ഞാൻ ഐഫോൺ, ഒന്നാമത്തെ കാര്യം എൻ്റെ കയ്യിൽ കുറേ ഗാഡ്ജറ്റ്സ് ഉണ്ട്. നാട്ടിലോട്ട് പോകുമ്പോഴാണെങ്കിലും കൊണ്ടുപോകും. ഇതൊക്കെ എയർപോർട്ടിൽ പിടിച്ചു നിർത്തി കഴിഞ്ഞാൽ എനിക്ക് പണിയാവും. അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ താല്പര്യമില്ല. ഞാൻ വേറെ ആൾക്കാരുടെ സാധനങ്ങൾ കൊണ്ടുപോകാറില്ല. ഒന്നാമത് എന്നെ ഇഷ്ടമുള്ള കുറേ പേരുള്ളതുകൊണ്ടേ എല്ലാവരും കൂടെ വല്ല ഫോണിന്റെ ബാക്കിലും കഞ്ചാവ് പൊതിഞ്ഞ് തന്നാൽ തീർന്നു ജീവിതം. ടോണി, താങ്ക് യു സോ മച്ച് 40. ഡെമോൺസ്ലെയർ ഡെത്ത് നോട്ട് തുടങ്ങാൻ. ദെൻ വൺ പീസ്. വെറിന പാത്തിയോ, താങ്ക് യു സോ മച്ച് 40. ജോജോ ഗെയിമിംഗ് ബ്രോ, ഐ വിൽ പ്രിഫർ സ്റ്റാർട്ടിങ് ഡെമോൺ സ്ലെയർ വിൽ ബി ഗുഡ്. ഡെമോൺ സ്ലെയർ നോ, ഡീമൺ സ്ലെയർ ആണോ? ഡീമൺ സ്ലെയർ ആണെന്ന് തോന്നുന്നു. അതെ. ഒരു ഇതെന്താടാ സ്പേസ് ഇല്ലാതെ ടൈപ്പ് ചെയ്തേക്കുന്ന അമീർ സാലിഹ് ബ്രോ. ഒരു ബ്രേക്കപ്പ് ആയതിന്റെ സങ്കടത്തിലാ. യു മേക്ക് മീ ഹാപ്പി, ഹാപ്പി, താങ്ക്സ്. അതെന്നാലും എന്തായിരിക്കും പുള്ളി സ്പേസ് ബാർ അല്ല ഫോണില് ബ്രോ. എന്തായാലും സന്തോഷത്തോടെ ഇരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക സാലിഹ് ബ്രോ. വൺ പീസ് ഒരു ഗുഡ് ഓപ്ഷൻ ആണ്, ബെസ്റ്റ് സ്റ്റോറിയാണ്, എല്ലാം മിക്സർ ആണ്, ഹേറ്റ് എനർജി, ലവ് മൂമെന്റ്സ് എല്ലാം നല്ലൊരു ബ്രോ, വൺ ഓഫ് ദ ഫേവറേറ്റ്. എടാ അപ്പൊ ആനിമിയെ പറ്റി പറഞ്ഞാൽ സൂപ്പർ ചാറ്റ് കിട്ടും. അതാണ് പുതിയ ടെക്നിക്. കണ്ടോ, ആനിമി സജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇന്ന് സൂപ്പർ ചാറ്റിന്റെ പെരുമഴ. ഇത് എനിക്ക് $37 $40 കിട്ടിയെന്ന്. എനിക്കൊരു പ്രശ്നമുണ്ട്, കോണ്ടാക്ട് ചെയ്യും. അച്ചു X60. എടാ എന്ത് പ്രശ്നം അണ്ണാ? ഗോട്ട് റിലീസ് നാളെയാണ്. എടാ ഗോട്ട് നാളെയാണല്ലോ റിലീസ്, പോയി കാണണം. സയൻസ് കൃഷ്ണ ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ 40. മിഥുൻ ഗെയിമിംഗ്, താങ്ക് യു സോ മച്ച് ഫോർ 40. അണ്ണാ ഞാൻ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഐ എം റാഷിദ്. എടാ ഞാൻ ഇത് എങ്ങനെ പറഞ്ഞാൽ ഞാൻ എങ്ങനെ നോക്കും? റോഷൻ കോച്ചി, ഹലോ അണ്ണാ, പവറാക്കാം ബ്രോ. എല്ലാം കഴിഞ്ഞ് നൊറോട്ടോടെ കാണണേ. ആൻജിറോ ഗെയിമിങ്, എടാ പുതിയ ട്രിക്ക് അൺലോക്ഡ്. നമ്മൾ ഇനി ഒരു ആനിമി ചാനലാണ് നമ്മുടെ. നമുക്ക് BTS കൂടെ തുടങ്ങിയാലോ, കുറച്ചുകൂടെ സൂപ്പർ ചാറ്റ് കിട്ടിയാലോ. അറ്റാക്ക് ഓൺ ടൈറ്റൻസ് എപ്പോ കണ്ടാ മതി, ബാക്കി തനിയെ സെറ്റ്. കാർത്തി $2 കേറ്റ്, എല്ലാത്തിനും ഡൺ പറഞ്ഞു വിടാം കേട്ടാ. അപ്പൊ ഒരാളെ വെറുപ്പിക്കണ്ടല്ലോ. സ്കൈ ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ദ 29 rupees സൂപ്പർ ചാറ്റ്. ശരൺ ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ദ 20. ഇതാണ് പുതിയ ടെക്നിക്ക്, ഇതാണ് മനസ്സിലായോ? വേറെ ഗാങ്ങിൽ പൊട്ടൻഷ്യൽ ഉള്ള പ്ലേയേഴ്സ് ഉണ്ടാകില്ലേ ബ്രോ? എക്കോ ബ്രോ മടുത്തു. അതായത് വേറെ ഗാങ്സിൽ നിന്നിട്ട് ഈ പറയണത് പോലെ എന്താ TV-യിൽ കയറാൻ വേണ്ടി മാത്രം ഇതാക്കി നിന്നിട്ട് ഇവിടെ വന്നു കഴിയുമ്പോൾ അവിടുത്തെ ആൾക്കാരുമായിട്ട് കോണ്ടാക്റ്റും മെയിൻറ്റെയിൻ ചെയ്ത് ഭയങ്കര ഒരു വൃത്തിയായിട്ട രീതിയിലോട്ട് പോകുന്നതിലും നല്ലത് കുറേ നാളായിട്ട് ബെല്ലാരിയിൽ എഫേർട്ട് എടുക്കുന്ന പിള്ളേർക്ക് ചാൻസ് കൊടുക്കുന്നത് തന്നെയാണ്. ഫസ്റ്റ് ടൈം വാച്ച് ആനിമി മൂവി, യുവർ നെയിം റെക്കമെൻഡഡ്. ഓക്കെ, ആം ഷവരി 20 rupees സൂപ്പർ ചാറ്റ്. താങ്ക് യു ബ്രോ. വൺ പീസ് ഫാൻ ഹിയർ ബ്രോ. സോവറിൻ റിസാർട്ട്, താങ്ക് യു സോ മച്ച്. ബൂഗി, ഫസ്റ്റ് അറ്റാക്ക് ഓൺ ടൈറ്റൻസ് ദെൻ ഡെമോൺ സ്ലെയർ ചെയ്യടേ. നാളെ തൊട്ട് എന്റെ ടൈറ്റിൽ വരെ ആനിമിയാണ് ഇനി. ഞാൻ ബ്രൈറ്റ് ഫോക്സിന്റെ ലൈവ് കാണാൻ പോവാ, BTS-നെ പറ്റി പറഞ്ഞാന്ന്. അതെന്താടാ ബ്രൈറ്റ് ഫോക്സിന്റെ ലൈവ് നിനക്ക് സെക്കൻഡറി ആണാ? എടാ അതെന്ത് വർത്താനോടാ, പാവോടാ. അയ്യോ, ഈഗിൾ ഗെയിമിംഗ് അല്ല ആനിമി ഗെയിമർ. സത്യം പേരൊക്കെ മാറ്റി ആനിമി ഗെയിമർ ആക്കിയിട്ട് എന്താക്കാൻ പോണ്. എടാ രഘുല, നിന്റെ ചാനലിന്റെ പേര് BTS ഉയരെന്ന് പറഞ്ഞാക്ക്. നിന്റെ ചാനൽ BTS ഉയർ, ഞാൻ ആനിമി ഗെയിമർ. മിഥുൻ ഗെയിമിംഗ്, താങ്ക് യു സോ മച്ച് ഫോർ ദ 20 rupees. ദിസ് ഈസ് ബിസിനസ്. അതെ, ദിസ് ഈസ് ബിസിനസ്. അവാർഡ് RP വരും, നമ്മൾ റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവും ബ്രോ ഉറപ്പായിട്ടും. $2.29 വിഷ്ണു PK, താങ്ക് യു സോ മച്ച് ബ്രോ. താങ്ക് യു. ഷട്ടക്കുട്ടൻ താങ്ക് യു സോ മച്ച് 20. അപ്പം നമുക്ക് ഇത്രേ ഉള്ളു ഗൈസ് ഇതിനെ പറ്റി പറയാൻ. വൺ പീസ് കാണണ സെറ്റാണ്. റോഷി 40 rupees സൂപ്പർ ചാറ്റ്. എടാ ഒരു ആനിമിയുടെ കാര്യം വെറുതെ എടുത്തിട്ടതാ, $50 കിട്ടി. $50. അഭിനവ് ബ്രോ, താങ്ക് യു സോ മച്ച്. ഇതിനകത്തുനിന്ന് $50 നിന്ന് 40% യൂട്യൂബ് കൊണ്ടുപോകും. യൂട്യൂബിന് നിങ്ങൾ കൊടുത്തു. തബ്സീർ ബ്രോ, താങ്ക് യു. 25 40% കട്ട്. അതന്നെ $50 25 അങ്ങനെ. അങ്ങനെ CK ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ദ 40 rupees സൂപ്പർ ചാറ്റ്. കൊച്ചു, താങ്ക് യു സോ മച്ച് ഫോർ ദ 20. ഇത് എന്താ ഇത്? അഭിഷേകം ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ 40. മസ്റ്റ് വാച്ച് ഡീമൺ സ്ലെയർ. ബ്ലീഡക്സ്, താങ്ക് യു സോ മച്ച് ഫോർ 40.
ഇതെന്താ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നത്? പ്രണവ് പീപ്പിളിൽ താങ്ക് യു സോ മച്ച് ഫോർ ദ 20. മഹേഷ് മനുബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ദ 20. റോഹൻ താങ്ക് യു സോ മച്ച് ഫോർ 40. 1 പീസ് ഈസ് എ ലോങ് കമ്മിറ്റ്മെന്റ് ബട്ട് വർത്ത്. മമ്മൂട്ടിന്റെ മോൻ ദുൽഖർ 40 റുപ്പീസ് സൂപ്പർ ചാറ്റ്. ഇനി ഒരു പടം ചെയ്താലോ അത്? ആ സൂപ്പർ ചാറ്റ് തന്നെ ചിത്രമായിപ്പോയി. ഒരു 1000 രൂപ സൂപ്പർ ചാറ്റ് ചെയ്തിട്ട് ദുൽഖർ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പിന്നെ ചെയ്തേരാ കേട്ടോ. 40 രൂപ വന്നിട്ട് നീ പടം ചെയ്താലോ എന്ന് പറഞ്ഞ ഒരു വിശ്വാസമില്ല. രോഹിത് എസ് എസ് ബ്രോ താങ്ക് യു സോ മച്ച് 40. ബീങ് ഇറ്റ്സ് എൻ എപ്പിക് ആസ് ഓൺലി 38 എപ്പിസോഡ്. എടാ ഇതെന്താ സൂപ്പർ ചാറ്റ് വന്നോണ്ടിരിക്കണ ഇങ്ങനെ? എടാ എല്ലാം ജീസസിന്റെ അനുഗ്രഹം കേട്ടാ. ജീസസ്. ബിപിൻ ജോസഫ് ബ്രോ താങ്ക് യു സോ മച്ച് 40 റുപ്പീസ്. അണ്ണ ലവ് യു. എടേ ഗൈസ് ഇത് നിർത്താം. നമുക്ക് ഗെയിമിലോട്ട് പോകണം. നമുക്ക് ഗെയിമിലോട്ട് കയറണം. മതി. അണ്ണാ ഗ്യാങ് വാർ എടുക്കാതെ മാക്സിമം RP കോൺസെൻട്രേറ്റ് ചെയ്യാൻ ബ്രോ. അൻവർ സാലിക് ബ്രോ സ്പേസ് ഉണ്ട് സോറി നെക്സ്റ്റ് മന്ത് അവളുടെ മാരേജ് ആണ്. അപ്പോൾ അതിന്റെ വിഷമത്തിൽ നിൽക്കുമ്പോഴാണ് BMW തുടങ്ങിയത്. കണ്ടു മേക്ക് മീ ഹാപ്പി. താങ്ക് യു സോ മച്ച് ബ്രോ. മീൻസ് എല്ലാം ഇവിടെ തന്നെ ഉണ്ടാവണം. ഓക്കെ. റെയ്ഡ് മാങ്ക ഐ റെക്കമെൻഡഡ് ബെർസക് ഓർ ഒയാസുമി പൺ അങ്ങനെയാണോ അതിന്റെ പേര്? ഓ പറ്റുമെങ്കിൽ ബാക്കി ഹന്മ ആണ് ബ്രോ. ഇതൊക്കെ എന്തുടാ ഇതൊക്കെ? എനിക്ക് ഇവരുടെ ഭാഷ മനസ്സിലാവണില്ല. മുഹമ്മദ് സാലിം ബ്രോ താങ്ക് യു സോ മച്ച് 29. TH ടോജി ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ദ 40. അണ്ണാ വൈറ്റി ലെവി വേഴ്സസ് ബീസ്റ്റ് സീൻ കണ്ടു നോക്ക്. എടാ അങ്ങനെ കണ്ടായിരിക്കും ഇഷ്ടപ്പെടുന്നത്. അലോക് മെഡത്തിൽ ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ദ 29. വായിച്ചു തീർത്തടേ. മതി. വയനാട് അപ്ഡേറ്റ് ബ്രോ. വയനാട്ടിലെ ഫണ്ട് നമ്മള് ഗവൺമെന്റിന് ഹാൻഡ് ഓവർ ചെയ്യുവാണ്. ആൻഡ് ബാബുവും ബാലന് അവരെല്ലാരും കൂടെ ആയിരിക്കും പോയി അത് ചെയ്യുന്നത്. അപ്പൊ ബാലൻ അതിന്റെ ഇതെന്തോ ആർക്കോ ഒരാൾക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നതിൻ്റെ ബാലന്റെ പേരൻസ് ആരോ ഒരാൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഉടനെ അവര് തന്നെ നമ്മൾ ഒഫീഷ്യൽ TVയുടെ ഒഫീഷ്യൽ പേജിൽ വിടും. ആൻഡ് കൊടുക്കുന്നതിന് മുമ്പ് ഫൈനൽ എമൗണ്ട് നിങ്ങളെ ഇതിനകത്ത് അപ്ഡേറ്റും ചെയ്യും കേട്ടോ. ഫസിൽ മുഹമ്മദ് ബ്രോ താങ്ക് യു സോ മച്ച് 3.69. ബ്ലാക്ക് മീ തൂക്കം കട്ട മിസ് ശ്രീ ഇതാരുടെ ഇത് എന്താ അറിയുന്നില്ല. അക്ഷയ് ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ 20 റുപ്പീസ്. ലാലു താങ്ക് യു സോ മച്ച് ഫോർ ദ സ്പോൺസർഷിപ്പ്. കടയാടി രാഘവൻ 40 റുപ്പീസ്. കടയാടി കുടുംബത്തിന്റെ എല്ലാവിധ അനുഗ്രഹവും. താങ്ക് യു. ഐ ആം അനന്തു ബ്രോ. അനിയൻ സായിപ്പിനെ വരച്ചാൽ ഒന്ന് നോക്കൂ. ആർട്സ് ട്രൂ ബ്രോ. ഞാനത് റിയാക്ഷൻ സ്ട്രീം വരുമ്പോ എന്തായാലും മറ്റേ ഇതിനകത്ത് നോക്കാം ബ്രോ. ഡിസ്കോഡ് നോക്കുന്ന സമയത്ത്. എടാ ബോബോ ഇറങ്ങി പോടാ മുന്നേ. അണ്ണ ഞാനണ്ണ ആര്? ബൈ ബൈ. ദഫക് TV എനി ചാൻസ് പോപ്പോ. എടാ ദഫക്ക് നല്ല കോമ്പറ്റേറ്റീവ് ഗെയിംസ് ഒക്കെ കളിച്ചാൽ അവൻ മര്യാദയ്ക്ക് പോണത്. അവനെ ഇതിനകത്ത് ആർപ്പിക്കാത്ത ഒരു വട്ടം അവൻ RP വന്നതിൻ്റെത് ഇപ്പോഴും മറന്നിട്ടില്ല. വെറുതെ എന്തിനാ? ഹരീഷ്ണൻ ബ്രോ താങ്ക് യു സോ മച്ച് 40. സെക്സ് താങ്ക് യു സോ മച്ച് ഫോർ ദ അതെന്ത് 5 AD. മമ്മൂട്ടിന്റെ മോൻ ദുൽഖർ അനിയ പടമൊക്കെ ചെയ്തിട്ട് കുറെ കാലമായി 40 റുപ്പീസ്. പറയാതിരിക്കാൻ വയ്യല്ലോ. മമ്മൂട്ടിന്റെ മോൻ ദുൽഖർ ചേട്ടാ കൊത്ത കണ്ടായിരുന്നു. നല്ല മൂഞ്ചിയ പടം. ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഞാനാണെങ്കിൽ ഞാൻ വലിയ ഒരു ഇതിലൊക്കെ പോയി കണ്ടൊരു പടമാണ്. നല്ല മൂഞ്ചിയ പടമായി പോയി. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല പടം. ഇനി കുറച്ചു കാലമായിട്ട് ചെയ്യാതിരിക്കണം നല്ലതാണ്. നല്ല സെലക്റ്റീവായിട്ട് നല്ലൊരു സ്ക്രിപ്റ്റ് എടുത്ത് ചെയ്യണമായിരിക്കും നല്ലത്. ദുൽഖറിന്റെ മോൻ മമ്മൂട്ടിയുടെ മോൻ ദുൽഖർ താങ്ക് യു സോ മച്ച് 40. പറയാതിരിക്കാൻ വയ്യല്ലോ. UK ടോം അസർണ ലവ് ഫ്രം അന്തേരി താങ്ക് യു. ആൽബിൻ താങ്ക് യു സോ മച്ച്. അണ്ണാ എന്നാ പിടിച്ചോ $40 ആക്കുക. എടാ $70 ആണോ ഇപ്പൊ മൊത്തത്തില്? കൈസ് മതി കൈസ്. ചിൽ. സക്രിയ 40 റുപ്പീസ്. ഓവർഫ്ലോ നല്ലതാണ്. ഓവർഫ്ലോ എന്ന് പറയുമ്പോ സൂര്യനാരായണൻ താങ്ക് യു സോ മച്ച് 20. അഭിനവ് ബ്രോ താങ്ക് യു സോ മച്ച് 20. അമൽ ആശിഷ് ലവ് യു ചേട്ടാ ഒരു ആയി തരാമോ? താങ്ക് യു സോ മച്ച് 20. ആശിഷ് ബ്രോ താങ്ക് യു. തുടങ്ങാം. ഇനി വന്നോണ്ടായിരിക്കും പിന്നീട്. അതെ നമുക്ക് നാളത്തെ RP കയറുമല്ലേ? അതെ കണ്ണാപ്പി. നാളെ RP സ്ട്രീം. മറ്റന്നാള് നമുക്ക് RDRന് തൊട്ട് മുമ്പ് ഒരു മണിക്കൂർ ഒരു VR സ്ട്രീം ഇടണം. ഗെയിം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. നീയും വരണം. അതൊരു ട്വിസ്റ്റ് ഉണ്ട്. ഞാൻ 8-ാം തീയതി എടുത്തു. ഹലോ അടിച്ചു പോയോ? ഹലോ ഇല്ല കിക്ക് ചെയ്തതാ. ലവ് യു ചേട്ടാ ഒരു ആയി തരാമോ? അമൽ ആശിഷ് താങ്ക് യു സോ മച്ച് 40 റുപ്പീസ് സൂപ്പർ ചാറ്റ് ബ്രോ. അണ്ണാ if you want a great beginning, start with Attack on Titan. You will never regret it for sure. That's my first one. 0 regret. Okay, ഞാൻ കൺസിഡർ ചെയ്യാം. ആനിമി വേണ്ട. ലിസ്റ്റ് സീരീസിൽ നിന്ന് സ്റ്റാർട്ട് ആക്ക്. എടാ ഞാൻ ഒരു കാര്യം പറയടാ കുണ്ണേ. നിന്റെ ഒക്കെ കൂടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും? നിന്റെ അടുത്ത് എന്ത് പ്ലാൻ ചെയ്താലും അന്ന് നീ മറ്റേ എറണാകുളം ട്രിപ്പിന് പോകുമല്ലോ. മറ്റേ ഒരു ഓണപരിപാടി ഉണ്ടോ 7-ാം തീയതി? അണ്ണാ ആനിമി അല്ല അണ്ണാ ഞാൻ ലക്ഷദ്വീപാണ്. ഇപ്പൊ പോവാന്ന് പറഞ്ഞാൽ മതി. പെർമിറ്റ് സെറ്റാക്കാം. എല്ലാം സെറ്റാക്കാം. ഞാൻ ഇൻസ്റ്റയില് കാണും സെയിം ID.
വിർജോ ഓക്കെ ബ്രോ ഓക്കെ സെറ്റ് മല്ലു ഗോസ് ബ്രോ താങ്ക് യു സോ മച്ച് 29 മിലൻ വിജയ് താങ്ക് യു സോ മച്ച് 40 അണ്ണാ ഇങ്ങനെയാണെങ്കിൽ RDR പോസ്റ്റ്പോൺ ചെയ്യേണ്ടി വരും ഇല്ലല്ലേ നമ്മൾ കയറാൻ പോവാ ഗോഡ് ഓഫ് വാർ കളിക്കുക ഇത് കഴിഞ്ഞിട്ട് ബെസ്റ്റ് ഗെയിം ഗോഡ് ഓഫ് വാർ അല്ല ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഏതാണ് കളിക്കാൻ പോണെന്ന് അറിയോ എൽഡൻ റിംഗ് തള്ളേ കംപ്ലീറ്റ് ചെയ്യാത്ത ലാസ്റ്റ് ഓഫ് കുഞ്ഞിരിക്കട്ടെ അസ് കംപ്ലീറ്റ് ചെയ്യാത്ത ഡേയ്സ് ഗോണ് ഒക്കെ അവിടെ ഇല്ല ഇനി എല്ലാം കംപ്ലീറ്റ് ആണ് ഇനി സിനിമ കംപ്ലീറ്റ് ആണ് ഇനി എന്നെ ഒരുപാട് ചിരിപ്പിച്ച സന്തോഷത്തിൽ ഓൾഡ് RP കാണാൻ വെയിറ്റ് ചെയ്യുവാണ് എന്നെ ജീവിപ്പിച്ച RP ആണ് താങ്ക് യു സോ മച്ച് നാസി ബ്രോ താങ്ക് യു സോ മച്ച് രണ്ടുപേരും കളിക്കുന്ന സ്റ്റോറി മോഡ് ഉണ്ടോ രണ്ടുപേരും കളിക്കുന്നത് എനിക്ക് നിന്റെ കൂടെ കളിക്കാൻ എന്തായാലും താല്പര്യമില്ല പാന്തർ ഗെയിമിംഗ് താങ്ക് യു സോ മച്ച് 40 വാസു അണ്ണ എന്തുണ്ട് വിശേഷം നല്ല വിശേഷം ബ്രോ ഇൻസൈൻ ബ്രോ താങ്ക് യു സോ മച്ച് 20 ഓവർഫ്ലോ എന്താണെന്നോ പക്ഷെ എന്താ ഓവർഫ്ലോ 18+ ആണ് ഓക്കെ അങ്ങനെയൊക്കെ ഉണ്ട് സാരി എടുക്ക് അപ്പൊ നമുക്ക് വായല് തുടങ്ങ ഞാൻ പറയണ കേക്ക് നിങ്ങളോട് RDR സ്റ്റോറി മിസ് ചെയ്യരുത് കിടല സ്റ്റോറി ആണെന്നാണ് പറഞ്ഞത് RDR കാണാൻ താല്പര്യമുള്ളവർ മാത്രം അത് കുറച്ച് സ്ലോ പേസ് ആണ് കളി പക്ഷെ താല്പര്യമുള്ളവർ സ്റ്റോറി കാണുക കേട്ടോ സ്റ്റോറി കാണുക നമുക്ക് തുടങ്ങാം ബ്രോ പറ്റുവാണെങ്കിൽ മൂവീസ് കാണുക ഫോളോവിങ് ബേസിക് ഉറപ്പായിട്ടും മൂവീസും കാണാം ബ്രോ അപ്പം നാളെ ഗോട്ട് റിലീസ് ആവാൻ പോവാണ് എല്ലാരും പോയി കാണണം 3:30 നമ്മൾ ഇവിടുന്ന് ഇറങ്ങും പല വിഷയമൊക്കെ ഉണ്ട് എടാ നാളെ TV-യിലെ ഇവന്മാരെല്ലാവരും ഒരുമിച്ച് ഗോട്ട് കാണാൻ പോണോടാ ഞാൻ ഇവിടെ ആയി പോയതുകൊണ്ട് എനിക്ക് അതിന്റെ ഡിപ്രഷൻ സത്യം പറയാലോ ലാസ്റ്റ് ഒരു പടം കാണാൻ പോയത് ഡൂഡ് വെച്ചിട്ട് കൂടാ അതോടെ പടം വെറുത്തു അക്ഷയ് താങ്ക് യു സോ മച്ച് ഫോർ 20 റുപ്പീസ് സൂപ്പർ ചാറ്റ് ആ പടം ഒരു ദിവസം തിയേറ്ററിൽ ഓടിയുള്ളു അതല്ല വാഴയാണ് കാണാൻ പോയത് ആണല്ലേ കാവലൻ സെക്യൂരിറ്റി അവന്റെ കൂടെ കാലിൽ പടം കാണാൻ പോവാ സ്പീഡ് ഞാനും ഡൂഡ് വെച്ച് സ്പീഡിൽ എന്താണ് അവൻ കൊണ്ടുപോയോ ഇല്ല സ്പീഡ് ഇപ്പൊ അബുദാബിയിലാടാ അവനപ്പോ അവിടെ അല്ല അവന്റെ സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഫ്രിഡ്ജിന്റെ അകത്ത് വെച്ചേക്കണ സാധനം അടിച്ചു പോയാ എന്ത് സാധനം അടിച്ചു പോയെന്ന് സ്പീഡിന്റെ എന്ത് സാധനം രഘുലേ എന്ത് സാധനം പറ അവനെന്തോ പയ്യ എന്തോ കോമഡി പറഞ്ഞു രഘുലേ പറ വിട്ടോളാം ഓ എടാ കണ്ണാപ്പി ഞാൻ ഒരു ടിപ്പ് പറഞ്ഞു കേട്ടെ നിനക്ക് ഒരു സ്ട്രീമർ എന്നുള്ള രീതിയിൽ നാളെ വരിക സ്ട്രീം ഇട്ടിട്ട് ആനിമയെ പറ്റി ഒരു 5 മിനിറ്റ് സംസാരിക്കുക ഒരു 100 പേര് ബ്രോ ഇത് അത് കാണുന്ന പറഞ്ഞ ഒരു 100 രൂപ 40 രൂപ ആയിട്ട് വരും ഇപ്പൊ എല്ലാരും കൂടെ $80 തന്നിരിക്കും ഈഗിൾ ബ്രോ സ്റ്റാർട്ട് ഡീമൺ സ്ലെയർ ഇപ്പൊ വന്നോണ്ടിരിക്കുന്നു ബെസ്റ്റ് ആനിമേഷൻ എവർ ഡ്രാഗൺ ഗെയിമർ താങ്ക് യു സോ മച്ച് ബ്രോ ആൽബിൻ 40 റുപ്പീസ് ജോൺ വിക്ക് കണ്ടായിരുന്നു അണ്ണാ ഇല്ലടാ കണ്ടില്ല ഐസക് ബ്രോ താങ്ക് യു സോ മച്ച് കണ്ടിട്ടില്ലേ കണ്ടില്ല അതൊക്കെ മിസ് ചെയ്യരുതണ്ണാ